യേശുവിൽ സ്നേഹിതരെ, 8 നോമ്പിൻ്റെ വിശുദ്ധിയിലായിരിക്കുന്ന നമുക്ക് ഈ ദിനം അമ്മയുടെ സ്നേഹത്തിൻ്റെ ബലം ധ്യാനിക്കാം. ഇതാ ഒരമ്മ, അവൾ അത്രമാത്രം സ്നേഹിച്ചു. സത്യത്തിൽ സ്നേഹമില്ലാത്ത സമർപ്പണം ഹൃദയവ്യഥയാണ്. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം സ്നേഹപൂരിതമായിരുന്നു. കാരണം അവൾ ദൈവത്തിരുമുമ്പിൽ ആത്മശരീരങ്ങളോടെ തന്നെ വിട്ടുകൊടുക്കുന്നത് പരിപൂർണ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരുന്നു. വിശ്വാസത്തിൻ്റെ അധിക ബലമുള്ളവർക്ക് മാത്രമേ സ്നേഹത്തിൽ ബലമുണ്ടാകുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് ആ സ്നേഹബലമുണ്ടായിരുന്നു. അവൾ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവതിരിഹിതത്തെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് തൻ്റെ ജീവിതം പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്യുവാൻ കാരണമായത്. ഭൂമിയിൽ സ്നേഹമുള്ള ഒരമ്മയുണ്ട് നമുക്ക്. അമ്മ സ്നേഹിച്ചതുകൊണ്ടാണ് ഭൂമിയിൽ ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത്. അമ്മയുടെ ആദ്യ സ്നേഹം മുതൽ ഇന്നോളം ഉള്ള സ്നേഹത്തിൻ്റെ ബലങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നാം ഉണ്ടാകുമായിരുന്നില്ല. പണ്ടേ ഒരു പിടി മണ്ണോ ഒരു പിടി ചാരവുമായി നാം തീരുമായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിനും ഭൂമിയിലെ ഒരു അമ്മയെ ആവശ്യമുണ്ടായി. അതുകൊണ്ടാണ് ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ള സ്നേഹം മാതൃസ്നേഹമാണെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? മുല കുടിക്കുന്ന ശിശുവിനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത. ഭൂമിയിലെ ഏറ്റവും മഹത്തായ സ്നേഹം അമ്മയുടെ സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിൾ തന്നെയാണ്. ഓർക്കുക, ആ സ്നേഹത്തെ അതിർവരമ്പുകളില്ലാതെ കൃപയോടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ രക്ഷകനെ പ്രദാനം ചെയ്യാൻ ഈ അമ്മയ്ക്ക് ബലമുണ്ടായി. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അറിയുവാൻ, അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആ കൃപയിലേക്ക് നമ്മെ നയിച്ചതോ ഈ അമ്മയുടെ മാതൃസ്നേഹമാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് ഈ അമ്മയുടെ നിഷ്കളങ്ക സ്നേഹമാണ്. ഒരമ്മ എത്രമാത്രം സ്നേഹിച്ചുവോ ആ സ്നേഹത്തിൻ്റെ 1000 മടങ്ങ് തിരികെ നൽകിയ ഒരു പുത്രനെ സുവിശേഷത്തിൽ മുഴുവനും നമുക്ക് കാണാം. കൂടെ നടത്തി കാൽവരിയോളം കൊണ്ടു നടന്നു. നോക്കൂ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അമ്മ മകനോടൊപ്പം ഉണ്ടായിരുന്നു. മകന് അമ്മയോടുള്ള സ്നേഹവും അമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യവുമാണ് അതിന് പ്രേരണ നൽകിയത്. ഈ പുണ്യഭൂമിയിൽ നമുക്കും സ്വർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ബലം സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. സ്വർഗം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.